വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പം നമ്മൾ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, രാവിലത്തെ പരിപാടിക്കായിട്ട് അടുക്കളയിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ രാവിലത്തെ പണികൾ തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ തലേദിവസം രാത്രി നമ്മളതിൻ്റെ മാവൊക്കെ അരച്ച് ഫ്രിഡ്ജിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് തലേദിവസം രാവിലെ അതിൻ്റെ തലേദിവസം രാത്രി ഞാൻ അരി പച്ചരി ഉഴുന്നൊക്കെ രാവിലെ അരച്ച് വെച്ചു. രാത്രിയോടുകൂടി പുളിച്ചപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കാൻ എടുത്തു. ചിലപ്പോൾ ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ ഇഡ്ഡലി പൊളിക്കാൻ കുറച്ച് പണി കിട്ടും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തത്. നമുക്ക് പല ദിവസം പല രീതികളാണ് കേട്ടോ. നമ്മുടെ ലൈഫല്ലേ, ഒരു ദിവസം നമുക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ അതുപോലെ ജീവിക്കുന്നുണ്ട്. നമ്മൾ ഇന്നതുപോലെ എല്ലാം പ്രാവശ്യം ചെയ്യുക അങ്ങനെയൊന്നുമില്ല. ഇന്നങ്ങനെ ചെയ്യാൻ തോന്നി അങ്ങനെ ചെയ്യും. ഇതിന് മുന്നേ നമ്മളിങ്ങനെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. പണി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളൊക്കെ മുൻകൂട്ടി ചെയ്ത് വയ്ക്കുന്നത് വെച്ചാൽ കുണിക്കുക, യൂണിഫോം ഇടിക്കുക, ഡ്രസ്സ് ഇടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയുള്ള കാര്യം. അങ്ങനെ ഇഡ്ഡലി മാവൊക്കെ അടച്ചെടുത്ത് വെച്ചപ്പോൾ തലേദിവസം ചോറുണ്ട്. അപ്പോൾ അത് ഞാൻ തിളപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ഞാൻ രണ്ടും കുഞ്ഞിനും കുഞ്ഞിലുള്ളൂ. അപ്പോൾ പിന്നെ രാത്രിക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കുക, അല്ലെങ്കിൽ ദോശ ഇഡ്ഡലി മാവ് ബാക്കി വന്ന് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഉള്ള ചോറ് തിളപ്പിച്ച് ഊറ്റി വയ്ക്കാമെന്ന് ചോദിച്ചിട്ടാണ്. പിന്നെ കുണിക്ക് കൊണ്ടുപോകാൻ സ്നാക്സിന് വരുന്നത് കേട്ടോ. അപ്പോൾ ഒരു ബെന്നുണ്ട്, ബർഗർ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാ. അപ്പോൾ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ബെന്നാണ് കേട്ടോ കിട്ടിയത്. കാരണം ഇങ്ങനെ പൊടിയായിരുന്നു പെട്ടെന്ന്. പിന്നെ ഞാനതിൻ്റെ ദോശത്തവയിൽ ചൂടാക്കാൻ വെച്ച് കേട്ടോ. അപ്പോൾ ബട്ടർ തേച്ചു, അതുകൊണ്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. ആ ബെന്നിൻ്റെ വശമൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. സെറ്റൊക്കെ കണ്ട ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഇതായി പെട്ടെന്ന് ഇതാവും കേട്ടോ. പിന്നെ ഇഡ്ഡലി ഞാൻ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി ചമ്മന്തി എന്താ ഉണ്ടാക്കേണ്ടതെന്നൊക്കെ ആലോചിച്ച് വന്നപ്പോഴാണ് സബോള കഴിഞ്ഞു, മഞ്ഞൾപ്പൊടി കഴിഞ്ഞു, ഇതൊന്നുമില്ല. അപ്പോൾ എന്ത് കറിയുണ്ട്, പരിപ്പ് കഴിഞ്ഞു, ഇതൊന്നും മേടിച്ചില്ല. അപ്പോൾ ഞാൻ എന്ത് കറി വയ്ക്കും, ഞാൻ സാമ്പാർ വയ്ക്കാണ്ട് കുക്കർ കൊടുത്തു തുടങ്ങും. അപ്പോൾ പരിപ്പില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് എന്തായാലും നമുക്ക് ഉപ്പേരി എന്തെങ്കിലും വേണ്ടത് ഞാൻ പയറെടുത്ത് തുടർന്നു. പയർ ഉപ്പേരി വെച്ചേക്കാണ്. അതായത് പയറൊക്കെ കുറച്ച് ഒരു പിടി വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു നേരത്തേക്ക് വേണ്ടു. പിന്നെ ഉണക്കി കഴിക്കാണ്ടാവും ഞാനും എൻ്റെ രണ്ടും കുഞ്ഞിനും ഉണ്ടാവുള്ളൂ. പിന്നെ കുഞ്ഞിന് തൈരുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. അപ്പോൾ ഞാൻ കുറച്ചൊരു പിടി പരിപ്പെടുത്തിട്ട് ഞാൻ ഉപ്പേരി വയ്ക്കാണ്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ തക്കാളി ഇഡ്ഡലിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഉന്നോട് പഠിക്കാൻ പോകുന്ന സമയത്ത് ഇപ്പോഴായാലും പണ്ടായാലും നല്ലൊരു തിരക്ക് തന്നെയാണ് കേട്ടോ. കുഞ്ഞിൻ്റെ ഒക്കെ കാലം കഴിഞ്ഞു. ഇനി ഒന്നും ഇല്ല എന്ന് വെച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ കുണിക്കിൻ്റെയൊക്കെ വരും. അപ്പോൾ ഇനിയും കുറേ വർഷം വരെ പിന്നാലെ തന്നെയാണ് കേട്ടോ ലൈഫിൽ. ഇങ്ങനെ ബിസി ലൈഫാണ്, റെസ്റ്റ് എടുക്കാനുള്ള സമയമായിട്ടില്ല എന്നാണ് പറയണത്. അങ്ങനെ നമ്മൾ ചോറൊക്കെ തിളപ്പിച്ച് ഊറ്റിയെടുത്തു കേട്ടോ. ഇതിൽ കാണുന്ന പോലെ ഇത്രയും തിക്കും തിരക്കിൽ തന്നെയാണ് ഞാൻ എല്ലാ കാര്യം ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഞാൻ പയർ കുറച്ചെല്ലാം വയ്ക്കാൻ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ചെറിയ ചിഞ്ചടിക്ക് ഒരു 5-6 വെളുത്തുള്ളിയും ഒരു 3-4 ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടി ചതച്ചിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം മേടിച്ച് ഇഡ്ഡലി ചെയ്യുമ്പോൾ പരാജയം എന്നെ കണ്ട ആവി തള്ളിയിട്ട് കണ്ട ഇങ്ങനെ തുറക്കുക. കാരണം ഇഡ്ഡലി ഉണങ്ങുക, ആദ്യത്തെ തട്ട ഇഡ്ഡലി ഇങ്ങനെ സോഫ്റ്റ് ആവണില്ല, ഇങ്ങനെ ആവി പുറത്തേക്ക് പോകല്ലേ. അപ്പോൾ ഇങ്ങനെ ഡ്രൈ ആവുക, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കുറേ നേരം അമർത്തി വെച്ചിട്ടൊക്കെയാണ് ഇപ്പോൾ ഇഡ്ഡലി ഉണ്ടാകുന്നത്. 2 പ്രാവശ്യം എത്ര പ്രാവശ്യം എന്ന് പറയും ഇഡ്ഡലി തട്ട് മേടിച്ചിട്ട് പരാജയം അവിടുന്ന് കേട്ടോ. ഞാൻ വേഗം എടുത്ത് ഇറക്കി വെച്ചു. ശരിയാവില്ല എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ വേഗം എടുത്ത് ഇറക്കിയൊക്കെ വെച്ചു കേട്ടോ. പിന്നെ നമ്മുടെ ഉള്ളിയും സവാളയൊക്കെ മൂത്ത് വന്നപ്പോൾ ഞാൻ കുറച്ച് കുത്തിയമുളക് ഇട്ട് കൊടുത്തു കേട്ടോ. കുത്തിയമുളക് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 1/4 ടീസ്പൂൺ എടുത്തോളം, 1/2 ടീസ്പൂൺ എടുത്തോളം നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. എരിവ് കുറച്ച് ഇപ്പോൾ ഞാൻ എല്ലാ കറികളും എരിവ് കുറച്ച് കുറയ്ക്കുന്നുണ്ട്. ഇതിന് ഉണ്ണിയോട് കഴിച്ചിട്ടല്ല, ഞാൻ അവർക്ക് സ്കൂൾ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ കറികളിൽ എരിവ് കുറച്ചിടാന്ന് വെച്ചിട്ട്. പിന്നെ ഒരു പിടി നാളികേരം ചെരുകിതിട്ടു. പിന്നെ നമ്മുടെ പയർ വേവിച്ചിട്ട് കൊടുത്തു. അതിന് പയർ തോരനായി പലയിടത്ത് പല നിലയ്ക്കാണ് പറയാം. അങ്ങനെ നമ്മൾ പയർ തോരനായിട്ട് അങ്ങനെ നമ്മുടെ പയറൊക്കെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഉപ്പേരിയൊക്കെ സെറ്റായി കണ്ട. അപ്പോൾ ഉച്ചത്തേക്കുള്ള പണി രാവിലെ തന്നെ കഴിച്ച് വെച്ചു കേട്ടോ. ഞാൻ ഉപ്പേരിക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് രാവിലെ തന്നെ പണിയോട് കഴിയും കേട്ടോ. കുണിക്കിന് സ്കൂൾ ഉണ്ടാക്കി വന്നത്. പിന്നെ എനിക്ക് എന്തൊരു മൂകതയാണ്, ഞങ്ങൾക്കൊരു മൂകത, ഒന്നും ചെയ്യാനൊന്നും തോന്നില്ല കേട്ടോ. പിന്നെ ഞാൻ തക്കാളി കറി ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം വെച്ചു. ഈ തക്കാളി ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിന് ഏറ്റവും ടേസ്റ്റ് കൂടെ ചുവന്നുള്ളി തന്നെയാണ് കേട്ടോ. ചുവന്നുള്ളി നന്നാക്കാൻ മടിയുള്ളവർക്ക് സവോള എടുത്താലും മതി കേട്ടോ. അപ്പം ഞാനിതിൽ ഒരു പിടി ചുവന്നുള്ളി, ഒരു കുഞ്ഞ് സവോളയാണ് ഇട്ടിട്ടുള്ളത്. ചുവന്നുള്ളി നന്നാക്കാൻ ടൈമില്ലാത്തതാണ്. ടൈം ഉണ്ടെങ്കിൽ ഏറ്റവും ടേസ്റ്റ് ചുവന്നുള്ളി കേട്ടോ.
ഈ ചുവന്നുള്ളി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ആ വെളിച്ചെണ്ണ മൂത്തതുകൊണ്ട് ചുവന്നുള്ളി ഇട്ട് കൊടുത്തു. അരിയൊന്നും വേണ്ട കേട്ടോ, സവാള മാത്രം ഒരു 4 പീസാക്കി ഇട്ട് കൊടുക്കുക. ബാക്കി ചുവന്നുള്ളി ഒന്നും നന്നാക്കേണ്ട, അരിയേണ്ട കാര്യമില്ല, മുഴുവൻ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക. അതിങ്ങനെ മൂത്ത് വരുന്നതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു കുഞ്ഞൊരു വേണ്ട ആ ഒരു ചെറിയൊരു പുളി ഇട്ട് കൊടുക്കുക കേട്ടോ. പുളി അങ്ങനെ ഇട്ട് കൊടുത്തു, തരി ഉപ്പിട്ട് കൊടുത്തിട്ട് ഇനി ഇത് നല്ല മാതിരി മൂപ്പിച്ചെടുക്കണം കേട്ടോ. മൂത്തതിനോടുകൂടി ഒരു 1/2 ടീസ്പൂൺ കുത്തിയ മുളക് ഇട്ടു, 1 ടീസ്പൂൺ കൊടുത്ത മുളകും പൊടി ഇട്ടു കേട്ടോ. അത് മുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടാം, ഞാൻ എരിവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്, അതുകൊണ്ടാണ്. പിന്നെ ഇത് തക്കാളി പഴുത്ത 2 വലിയ തക്കാളി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ പെട്ടെന്നുണ്ടല്ലോ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ആട്ടോ, അതെല്ലാവരും ശ്രദ്ധിച്ചോ. പിന്നെ പുളി ഇടാൻ മടിയിലേക്ക് സുറുക്കിയ വിനാഗിരി ഒഴിക്കാട്ടോ പകരത്തിന്. സുറുക്കും വിനാഗിരി ഒന്നാണ്, ചിലവർക്ക് അതങ്ങനെ പറഞ്ഞാലേ തന്നെ രണ്ടും ഇതിൽ പറഞ്ഞത്. അങ്ങനെ നല്ലോണം മുളകിൻ്റെ കുത്ത് പോകണ വരയ്ക്ക് തക്കാളിയും ചുവന്നുള്ളി സബോളൊക്കെ ഇങ്ങനെ ഓട്ടേനെ വരയ്ക്ക് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അതിൻ്റെ ഏകദേശം പാകം അറിയില്ല. ഇത് ഫാസ്റ്റ് കൊടുത്താനായിട്ട് നിങ്ങൾക്ക് ഇത്രയും പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുന്ന പോലെ തോന്നുന്നത്. ഇത് നല്ലോണം ഉടഞ്ഞ് അതിൻ്റെ കുത്ത് പോയതിന് ശേഷം മിക്സിയിലൊന്ന് അരച്ചോടുന്നുണ്ടല്ലോ, ഇഡ്ഡലിയുടെയും ദോശയുടെ കൂടെ കഴിക്കാൻ എന്തോരു ടേസ്റ്റുള്ള ചമ്മന്തിയാണെന്ന് അറിയും. ഇങ്ങനെ ഉണ്ടാക്കാത്തവരാരെങ്കിലും ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി നോക്കട്ടെ. ചിലൊരു തക്കാളി സബോളയും വെറുതെ മണിക്ക് മുളകും പൊടി ഇട്ടു അതങ്ങനെ അരച്ചു അങ്ങനെ ഇട്ടിട്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കിയ രീതി, അതായത് തുണ്ട് പുളി പഞ്ചസാര ഇതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൂട്ടാം, അപ്പോൾ ഇതിന് ടേസ്റ്റ് കൂടും കേട്ടോ. പിന്നെ ഞാൻ അപ്പോഴേക്ക് അച്ഛനായിട്ട് ചട്നി അരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചട്നി കടുക് ഇട്ടു കേട്ടോ, കടുകും ഒറ്റമുളകൊക്കെ ഇട്ടു, ചട്നി ചമ്മന്തി ആയിട്ടാണ്. അങ്ങനെ രാവിലത്തെ ഏകദേശം പണികളൊക്കെ കുഞ്ഞോളെ പറഞ്ഞേക്കാനുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് കുണിക്കിക്ക് കൊണ്ടുപോകാനുള്ള സ്നാക്സ് ബോക്സിലേക്കുള്ള സാധനങ്ങളുടെ കാര്യങ്ങളൊന്നുകൂടി ചെയ്യാണ്ടെന്ന് ഓർമ്മ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ബർഗർ ഉണ്ടാക്കണ്ടേ, അപ്പോൾ അതിൻ്റെ ബർഗറിൻ്റെ ഉള്ളിലേക്കുള്ള ഇത് ഒന്ന് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണ വേണ്ട, കുണുക്കന് കൊണ്ടുപോകണ്ടല്ലോ, അപ്പോൾ ഒരെണ്ണം ഞാൻ വറുക്കാൻ വേണ്ടിയിട്ട് ചെറിയ എണ്ണ ഓയിൽ വെച്ചിട്ട് വെച്ചുവിട്ടാ. നമ്മൾ ഈ ബർഗറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓയിലിൽ വറുത്തെടുക്കാൻ നല്ലത് വെളിച്ചെണ്ണേക്കാളും. അങ്ങനെ വറുക്കണ നേരം കൂടെ അതിനായിട്ട് ഇവിടെ കുക്കുമ്പറും ക്യാരറ്റൊക്കെ നന്നാക്കി കുറച്ച് ചെറുനാരങ്ങി പിഴിഞ്ഞിട്ട് ഒരു ഉപ്പിട്ടിട്ട് അതിൽ ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പ്ലേറ്റിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനായിട്ട് അതിൻ്റെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കൈ കൊണ്ട് തന്നെ അത് പരട്ടിടും. പിന്നെ വേറൊരു ചീനിച്ചട്ടി വെച്ചിട്ട് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ആട്ടോ വറുത്തെടുക്കുന്നത്. കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് വറുത്തെടുത്തിട്ട് അവർക്ക് ഇതൊക്കെയാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റയിൽ യൂട്യൂബിൽ ഷോർട്സ് ഇട്ടപ്പോൾ പറഞ്ഞു ഈ കുട്ടികൾ തിന്നാൻ മാത്രമാണ് എന്തോരം ഫുഡ് കുട്ടികൾ കൊടുത്തവർ. ഇതെല്ലാം തിന്നാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തേക്കുന്നതല്ല, ഇതിൽ ഏതാണ് ആ നേരത്തെ അവർക്ക് തിന്നാൻ തോന്നുന്നത് അത് കഴിക്കട്ടെ എന്ന് വെച്ചിട്ടാണ്, മനസ്സിലായി. അല്ലാണ്ട് അത് കുഞ്ഞു കുട്ടികളുടെ സ്കൂൾ പറഞ്ഞിരിക്കുന്ന അമ്മമാർക്ക് മാത്രം അറിയുന്ന ടെൻഷൻ കാര്യം. നമ്മൾ എന്ത് കൊടുത്താലും ഇത് ഏതാ നമ്മുടെ മക്കൾക്ക് പറ്റി ഏതാ നേരത്തെ അവർ കഴിക്കുക. കുട്ടികളാണ് അവർ എപ്പോഴും എല്ലാ ഫുഡും കഴിച്ചോളണമെന്നില്ല, എല്ലാ തരം ഫുഡുകളും കഴിച്ചോളണം. അവർക്ക് തോന്നണല്ലോ ഇന്നത് കഴിക്കണമെന്ന്, അപ്പോൾ അങ്ങനെ കഴിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ അവർക്ക് ആവശ്യമുള്ള ഫുഡൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ആ കമൻറ്റിനുള്ള മറുപടി ഞാൻ തരാൻ കാരണം എന്ന് വെച്ചാൽ ചെറിയ കുട്ടികൾ സ്കൂൾ വിടുന്ന അമ്മമാർക്ക് മാത്രമേ ഈ ടെൻഷൻ ഉണ്ടാവുള്ളൂ, വേറെ ആരോട് പറഞ്ഞാലും ഈ ടെൻഷൻ എത്രത്തോളം അറിയില്ല. ഇപ്പോൾ കുണുക്കിന് ഇതൊക്കെ ആക്കുമ്പോൾ അതെല്ലാം കുണുക്ക് കഴിച്ച് വരുന്നാൽ ഒത്തിരി സന്തോഷം. അത് ഇതിലേതെങ്കിലും ഒന്ന് കഴിച്ചാൽ അവന് വിശപ്പില്ലുണ്ട് ഇരിക്കാലോ, അത്ര മാത്രമല്ല. ഒരു 1.5 കഷ്ണം ഇഡ്ഡലിയും ഒരു പകുതി ബർഗറിൻ്റെ പീസും ഒരു 4 ഉരുളക്കിഴങ്ങ് വറുത്തണമെങ്കിൽ ഇത്രയും ഫുഡെന്ന് പറയുന്നത് അവൻ 6-7 വയസ്സായില്ല, അവൻ ഫുഡ് കഴിക്കേണ്ട പ്രായമല്ലേ. അങ്ങനെ നമ്മുടെ കുണുക്കൻ്റെ സ്നാക്സ് ബോക്സും കുണുക്കൻ്റെ കുടിക്കുമ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് അവർ ഫുഡ് കൊണ്ടുപോകുന്ന ഒരു ചെറിയ ബാഗാണ് കേട്ടോ അതിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് 2 ആളിലും. അപ്പോൾ അതൊക്കെ ആക്കി അങ്ങനെ എല്ലാം തിരക്കും വേണം. അങ്ങനെ ഞാൻ കുളിക്കാൻ പോട്ടെ, ഞാൻ അടുക്കളയിൽ കഴിഞ്ഞ് നേരെ കുളിക്കാൻ പോയി അതിനായിട്ട് ചൂടുവെള്ളം കൊടുന്നേരും. അങ്ങനെ കുണിക്കനെ കുളിപ്പിച്ചിടും, കുണിക്കാൻ കുളിപ്പിച്ചിടും. പിന്നെ ഞാൻ കുളിക്കും, പിന്നെ എന്നേട്ടൻ കുളിക്കിട്ട് അങ്ങനെയാണ് കേട്ടോ. ആ നേരം കൊണ്ട് കുണുക്കൻ്റെ യൂണിഫോമൊക്കെ തേച്ച് അവർക്ക് യൂണിഫോം ഇടി കിട്ടുക. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കമൻറ്റ് ആയിരുന്നു, കുണുക്കനെ ഒറ്റയ്ക്ക് ഇടാറായില്ല, അതിൻ്റെ പ്രായമായില്ലേ. പ്രായം ആയിട്ടോ ഇല്ല അതൊന്നും എനിക്കറിയില്ല, മറ്റുള്ളവരുടെ മക്കൾ അങ്ങനെ ഇടുന്നുണ്ടോ എന്നും എനിക്കറിയില്ല. അപ്പോൾ കുഞ്ഞിനും ഇവിടെ ചെറിയ കുട്ടിപ്രായത്തിൽ ഞാൻ തന്നെയാണ് അവരെ 5ാം ക്ലാസ് വരെ അവരെ ഞാൻ കുളിപ്പിച്ച് കൊടുത്തതെന്നും ഡ്രസ്സ് ഇടിച്ചതെന്നും മേക്കപ്പ് ചെയ്യിപ്പിച്ചതെന്നും മുടി കെട്ടി കൊടുത്തതെന്നും ഒക്കെ ഞാനായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്ക് ഇവർക്കും ഞാൻ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പിന്നെ ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല, എനിക്ക് ഭയങ്കര സന്തോഷമാണ് മക്കൾക്ക് ചെയ്തു കൊടുക്കുക, അവരെ ഒരുക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അതിനിപ്പോൾ വേറെ ആരും ഒരുക്കാനും എനിക്ക് പിടിക്കില്ല, അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞു മക്കളാണ്, അവർ എന്തെങ്കിലുമൊക്കെ തൊട്ടും പിടിച്ചും അവരുടെ അതായത് പൊട്ട സ്മെല്ലും കാര്യങ്ങളും നമുക്ക് വരാണ്ടിരിക്കാൻ നമ്മൾ വേണം ശ്രദ്ധിക്കാം. അപ്പോൾ അവർ കുറച്ച് സ്പ്രേ അടിച്ച് അതൊക്കെ ചെയ്തിട്ട് വേണം. എന്നിട്ട് കുട്ടികളെ അടുത്ത് നിർത്തിയിട്ടല്ലേ ടീച്ചേഴ്സ് കൈ പിടിച്ച് എഴുതിപ്പിക്കുക. ഈ പ്രായമുള്ളവരൊക്കെ ഇങ്ങനെ തൊട്ടടുത്ത് ടീച്ചർമാർ നിർത്തും. അപ്പോൾ
നമ്മുടെ മക്കൾ എപ്പോഴും ഫ്രഷ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് എനിക്ക് വരെ എന്ത് ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ ചെയ്യണം എന്നുള്ളൊരു ഇതാട്ടോ. അവർ രാവിലെ തന്നെ കാച്ചി എണ്ണയൊക്കെ തേച്ച് കുളിച്ച് ഒന്നിനും ഷാമ്പിട്ട് അല്ലെങ്കിൽ ബേബി സോപ്പിൻ്റെ മണമായിരിക്കട്ടെ അവരുടെ ശരീരം തലയൊക്കെ. അങ്ങനെ ഇപ്പോഴും കുണുക്കനെ കുണിക്കുകയും ഞാൻ ഹിമാലയയുടെ ബേബി സോപ്പ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അങ്ങനെ കുണുക്കാൻ ഒരു വാച്ച് കിട്ടിയ ടൈം എന്തോ റിപ്പയറിങ് ആണ് കേട്ടോ. തലയൊക്കെ മാതി ഇരിക്കുന്ന ദേഷ്യം വന്നിട്ട് അങ്ങനെ നമ്മുടെ കുണിക്കുമ്പോൾ കുറച്ച് ഹിമാലയുടെ ക്രീമൊക്കെ തേച്ച് കൊടുത്ത് ഒരു പൊട്ട് കുത്തി കൊടുത്തിട്ടാണ് അങ്ങനെ കുണിക്കുമ്പോൾ ഫേസ് എടുത്ത് മേക്കപ്പ് പറ്റും. ഒരു ക്രീം തരിച്ചേക്കും, ഒരു പൊട്ട് കുത്തും, ഒരു നമ്മുടെ മഞ്ഞളോടുള്ള ഒരു കുറിയും തോട്ടോട്ടെ. ഇതാണ് കുണിക്കുമ്പോൾ ഫേസ് മേക്കപ്പിൽ ചെയ്യുന്നത്. പിന്നെ ഹെയർ സ്റ്റൈലാണ് കേട്ടോ. അത് ഓരോ ദിവസം നമുക്ക് നേരെ ഉള്ളതിനനുസരിച്ച് ഹെയർ സ്റ്റൈൽ ചെയ്യണം. അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നോട് കമൻറ്റ് പറഞ്ഞു എനിക്ക് മൂന്നാമത്തെ ഹെയർ സ്റ്റൈൽ ഇട്ടുണ്ടെന്ന് 3 ദിവസത്തെ ഹെയർ സ്റ്റൈൽ ഇട്ടുണ്ടായിരുന്നു. അതിൽ ഏതാ സ്റ്റേജ് പറഞ്ഞു മാമാട്ടുകുട്ടിയമ്മയുടെ ഹെയർ സ്റ്റൈലാണ് ഇഷ്ടമായിരുന്നത്. ഭൂരിപക്ഷം ആൾക്കാർ കമൻറ്റ് ചെയ്ത കേട്ടോ. അങ്ങനെ ഞാൻ സത്യം പറഞ്ഞ കൈകാലൊക്കെ വേദനിച്ചിട്ട് ഇവിടെ വന്നിരിക്കുക കേട്ടോ. നോക്കൊക്കെ എന്തോനെ ഒപ്പലിപ്പോൾ മേലാട്ടാ. അങ്ങനെ നമ്മുടെ കുടുക്കനും കുടുക്കിനും സ്കൂളിൻ്റെ വഴിയാണ് കാണുന്നത് കേട്ടോ. ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കാരണം വേറെ ഒന്നും കണ്ട ഇത്രയും ഇടുങ്ങിയൊരു റോഡാണ് കേട്ടോ. ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈഡേക്ക് ഇറങ്ങി നിൽക്കണം. ഇപ്പോൾ സ്കൂളാണ്, സ്കൂളിൻ്റെ മുന്നിൽ കൂടെ പോകുന്ന റോഡാണ്. ഇറങ്ങി നിന്നാൽ കുഞ്ഞു കുട്ടികളുടെ കാലൊക്കെ അതിൻ്റെ ഉള്ളിൽ പോയി പെട്ടാനുള്ള ഒരു അവസ്ഥ. ആ ഓടിട്ടത് കാണുന്നതാണ് സ്കൂൾ കേട്ടോ. അതിൻ്റെ ഫ്രണ്ട് വശമാണ് ഈ കാണുന്നത്. എൻ്റെ കാലിൻ്റെ മുട്ട് വരെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ കുണ്ടിൽ വെള്ളം ഒലിച്ച് പോയിട്ട്. അപ്പം അതൊന്നും നമ്മുടെ നാട്ടിലെ റോഡ് പണം നിൽക്കുന്നതാണ്. ആകെ ഒരു വണ്ടിക്ക് പോകാനുള്ള ഒരു സ്ഥലം പോലെ റോഡ് ഇത്രയും വീതിയുള്ള റോഡ് ഉണ്ടായിട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെയാണ് പഞ്ചായത്ത്, ആ നീല മധുരമുള്ള അവിടെയാണ് പഞ്ചായത്ത് കാണുന്നത്. അപ്പോൾ ഈ പഞ്ചായത്തുകാരോ ആരും ഇതൊക്കെ നോക്കണമെന്ന് നോക്കി ഒരു എന്നിട്ട് ആ റോഡിനെ എന്തെന്നാണ് പറയുക, വല്ല ഒരു വണ്ടിക്ക് പോകാനുള്ള അത്രയും സ്ഥലമാണ്. പക്ഷേ അത്യാവശ്യം വീതി ഉണ്ട് ആ റോഡ്. ആ വീതിയിലൊന്ന് റോഡ് എടുക്കുക, കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കുക, എന്തെങ്കിലും ചെയ്തെങ്കിൽ അപ്പുറത്തെ സൈഡിലൊക്കെ വലിയ വലിയ കല്ലുകൾ കൊണ്ടിട്ട് കേട്ടോ. കുട്ടികൾ സ്കൂൾ വിട്ട് പോകണത്ത് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ കുട്ടികൾ ഇങ്ങനെ സൈഡിലേക്ക് നിൽക്കും. കുഞ്ഞ മക്കളാണ്. അപ്പോൾ ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി 15 ദിവസത്തോളം ഇടിഞ്ഞിട്ട് കിടന്നുണ്ട്. ഇടിഞ്ഞിട്ട് വണ്ടി പോകാൻ പറ്റാത്ത നിലയ്ക്ക് കിടന്നു. എന്താ വെച്ചാൽ കുഞ്ഞു മക്കൾക്ക് വയ്യാണ്ടായി നമുക്ക് അവരെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ, പക്ഷേ വലിയവർക്ക് വയ്യാണ്ടായി നമ്മൾ ഈ വഴി കൂടെ ഇങ്ങനെ കൊണ്ടുപോകും. ഇടിഞ്ഞിട്ട് ഇപ്പോൾ ഇപ്പോൾ കെട്ടി ഉയർത്തി വന്നിട്ടുള്ളൂ കേട്ടോ. ഇതൊന്നും പഞ്ചായത്തിനോ ഒരു അധികൃതർക്ക് ഒരു ബാധ്യത ഇല്ലാത്തൊരു അവസ്ഥയാണ്. എന്താ വെച്ചാൽ 10, 16, 15 വീടുണ്ട് ഈ വഴിയിൽ. പക്ഷേ ഈ 15 വീട്ടുകാർക്കുള്ള റോഡാണ് ഈ കിടപ്പ്. ഒരു വീടിനും 2 വീടിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ വഴിയിൽ കോൺക്രീറ്റ് റോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും 16 വീടുള്ള വഴിക്കുള്ള റോഡിൻ്റെ ഒരു അവസ്ഥയാണ് ഭയങ്കര ദയനീയമാണ് കേട്ടോ. റോഡിൻ്റെ ഒരു ഇത് ടാറിങ്ങൊക്കെ പോയി. ഇത് മഴ പെയ്താലും നിങ്ങൾക്ക് അങ്ങനെ അറിയാഞ്ഞിട്ടാണ്. ഈ റോഡ് ഭയങ്കര മോശമായിട്ടുള്ള റോഡാണ്. പക്ഷേ നമ്മളിങ്ങനെ പറഞ്ഞിട്ടല്ലേ ഏത് ഭരണം വന്നാലും അവസ്ഥയൊക്കെ തന്നെ നമ്മുടെ നാടിന്. ഒരു പാർട്ടിക്കാരെ വെച്ചിട്ട് പറയണതല്ലാണ്ട് നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ പറയണതാണ്. എന്താ വെച്ചാൽ വോട്ട് ചോദിക്കാൻ വരുമ്പോഴുള്ള ഒരു ഇതൊന്നും നമ്മൾ അവരോട് എന്തെങ്കിലും ആവശ്യപ്പെട്ട് പോകുമ്പോൾ ഒന്നും ഒരു ബാധിച്ചും ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഏതൊരു അവസ്ഥയും. ഇങ്ങനെയൊക്കെ തന്നെയാണ് അവസ്ഥ. വളരെ ദയനീയമാണ്. റോഡിൻ്റെ ഒക്കെ അവസ്ഥയാണ് ഈ കാണുന്നത് കണ്ട. അപ്പോൾ അങ്ങനെ എന്താ പറയുക, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെയാണ്. അങ്ങനെ നമ്മൾ കുണുക്കനെയൊക്കെ സ്കൂളിലൊക്കെ ഉണ്ടാക്കിയിട്ട് വരുന്ന വഴിയാട്ടോ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ വീടൊക്കെ ഏകദേശം എത്താറ് വരുന്ന കേട്ടോ. വിശന്ന് വന്ന് വെച്ചത് അങ്ങനെ നമ്മൾ ആശാൻ ചായ കുടി തുടങ്ങി. ഞങ്ങൾക്കൊന്നും തരണില്ല, ഒറ്റയ്ക്ക് ഇരുന്നത് കുടിക്കുകയാണ്. അത് ചമ്മന്തി ഉണ്ടാക്കിയ 3/4 വശം ജാറിൻ്റെ ഉള്ളിലിരിക്കുക. ഈ ചമ്മന്തിക്ക് സബോളേക്കാളും ടേസ്റ്റ് ചുവന്നുള്ളിയാ. നിങ്ങളെല്ലാരും കഴിച്ചോന്ന് വിചാരിക്കുന്നു. ഈ ചമ്മന്തിയുടെ റെസിപ്പി ഇതിലുണ്ട് കേട്ടോ, വേണമെങ്കിൽ നോക്കിക്കോട്ടെ. എങ്ങനെയുണ്ട് എന്നിട്ട് ചമ്മന്തി? അടിപൊളി. തക്കാളി സബോള ചമ്മന്തി പലരും ഉണ്ടാക്കണ്ട, പക്ഷെ അതിൻ്റെ ചിലവർ ഉണ്ടാക്കുന്നതിൻ്റെ വ്യത്യാസങ്ങൾ നമ്മുടെ കയ്യിലുണ്ടാവും. മിക്സറെ ചാറിന്റെ ചമ്മന്തി അത്ര ഇരിക്കുന്നു, അത്ര ഇഡ്ഡലി തിന്നുന്ന തോന്നുന്നു. ഇഡ്ഡലി സോഫ്റ്റ് ഉണ്ടാ? അടിപൊളി, നല്ല ടേസ്റ്റ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കേട്ടോ. ഇഡ്ഡലി കാണുമ്പോൾ നമുക്ക് അധികം ഭംഗി വന്നിട്ടില്ല, പൊട്ടിയ പോലൊക്കെ ചൂടാവാൻ നിൽക്കാൻ നേരമില്ലാത്തതാണ്. പിന്നെ ഇഡ്ഡലിക്ക് സോഫ്റ്റ് കൂടുമ്പോൾ അതിനനുസരിച്ചുള്ള കുറച്ച് കേടുപാടുകളുണ്ടാവും. മനുഷ്യ ഞാൻ കഴിക്കണ്ട
ഞാൻ കഴിക്കല്ലോ, ഞാൻ ഇത് തുടക്കണല്ലോ, മിച്ചറ് ചാറ് തുടക്കണല്ലോ. വേർത്തു കഴിച്ചിട്ട് അല്ല, മഴ പെയ്താലും ഭയങ്കര ചൂടാ. അതിൻ്റെ ബാക്കിൽ ഫിഷ് ടാങ്കിൽ മീൻ മാറ്റിട്ടാ എന്ത് കുഴപ്പം? എന്തിനൊക്കെ ഇഷ്ടമല്ല. അന്യേട്ടൻ്റെ ആഗ്രഹത്തിന് പറഞ്ഞത് ഫിഷ് ടാങ്ക്. അത് അന്യേട്ടനൊക്കെ ഭംഗി പോലെ കൊണ്ട് നടക്കുന്നത് അന്യേട്ടൻ്റെ ചുമതല. ആ പൂതി മാറി അത് കല്ലുത്തിയിലിട്ട് ചിക്കൻ മനുഷ്യൻ്റെ ഉള്ളില്. ഞങ്ങളുടെ വീട്ടിൽ 2 വർഷമായിട്ട് കല്ലുത്തിയോട് വന്ന് കൂടിയിട്ട് 2 വർഷം പോരാ, 2 വർഷം പോരല്ലേ, 2-3 വർഷമായി കല്ലുത്തിയോട് സായത്തിന്റെ മക്കളെന്ത് വെളുത്തിട്ട്. നമ്മളെ സാധാരണക്കാരെ വെറുക്കാൻ വേണ്ട 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 കല്ലുത്തി വേണ്ട, കല്ലുത്തി വേണ്ട, കല്ലുത്തി വേണ്ട, കല്ലുത്തി വേണ്ട, കല്ലുത്തി വേണ്ട, കല്ലുത്തി വേണ്ട, കല്ലുത്തി വേണ്ട. അത് പിന്നെ സ്റ്റാർട്ടിങ് കല്ലുത്തിന് അടിച്ചിട്ടാ വിട്ടാ വരാന്നാ 10,000 രൂപ കൊണ്ട് ചെലവാക്കി എന്തിനാ പാടുന്നു? 5,000 നല്ലല്ലേ? 6,000 പിടിക്കേ കൂടി. അങ്ങനെ ഞാൻ ചായ കുടിക്കാൻ ഞാനും കുഞ്ഞിനും വന്നിരുന്നു കേട്ടോ. അപ്പോഴേക്ക് ഏകദേശം ഞാൻ്റെ ചായ കുടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഞാനും കുഞ്ഞിനും കൂടി ചായ 2 ഇഡ്ഡലി എടുത്തു. നല്ല അടിപൊളി ചട്നി ആയിരുന്നു, പറയാണ്ടിരിക്കാൻ വയ്യ. അടിപൊളി ചമ്മന്തി, തക്കാളിയും ചുവന്നുള്ളിയും ചമ്മന്തി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് 2 കൂടിയിട്ട് ഞാനും കുഞ്ഞിനും കഴിച്ചിട്ട് വയറിനിറയെ കഴിച്ചു. എന്താ വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ചമ്മന്തി, ചട്നിയും ഇഡ്ഡലി, ഇങ്ങനെ സോഫ്റ്റ് ഇഡ്ഡലി ആകുമ്പോൾ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് കുഴച്ച് കഴിക്കുമ്പോൾ. അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. ഞങ്ങൾ ഈ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ചോറുണ്ണ കുണുക്കിന് കുണിക്ക് വന്നിട്ട് അല്ലേ, കുണുക്കിന് കുണിക്ക് സ്കൂൾ വിട്ട് വന്നിട്ട് അവരുടെ കൂടെയാണിട്ട് ഞാനും ഫുഡ് കഴിക്കാൻ. ചോറൊക്കെ തിന്നു. അപ്പോൾ അവർ സ്കൂൾ വിട്ട് വന്നത് ഇപ്പോൾ 2 ആളും കുറച്ച് പ്രശ്നത്തിലാണ് അല്ലേ. എന്തുണ്ടായി കുണുക്ക? ആരൊക്കെ വീണ്? കുണുക്കനും ചക്കമ്മയും വീണു. കുറേ ചോര വന്നു. അതിൻ്റെ ഇടയിൽ കുണിക്കുമ്പോൾ ഒരു ഉച്ചയ്ക്ക് ആയപ്പോൾ സ്കൂളിൽ നിന്ന് ഒരു ടീച്ചർ വിളിക്കുന്നു. മോളെ നോക്കട്ടെ എന്ത് പറ്റി? അവർ വേഗം ചോറുണ്ടാക്കിയില്ലേ? നോക്കട്ടെ എന്തിനെ കരഞ്ഞെന്ന്. പോട്ടെ നമുക്ക് വേണ്ടിച്ചു നിൽക്കണ്ടായിരുന്നു, നമുക്ക് വീട്ടിച്ചു പോവാ. ഇതാരത്? പിഞ്ഞൊരു കുട്ടിയാ, കരയണ കുട്ടിയാണോ പിഞ്ഞൊരു കുട്ടി? പിഞ്ഞൊരു മോള് നല്ല കുട്ടിയാണല്ലോ. എന്തിനു പിന്നെ കരഞ്ഞ്? നോക്കട്ടെ പിഞ്ഞ അച്ഛനും അമ്മയ്ക്ക് തല കാണിച്ചിട്ട് വീട്ടിലുണ്ട്. പോട്ടെ നമുക്ക് തേട്ടന്നെ വിഷമാവില്ലേ കുട്ടി ഒറ്റയ്ക്ക് വന്ന? ചോറുന്ന കുക്ക് വന്നിട്ട് എന്താ കുട്ടികൾ പറഞ്ഞ കരയുമ്പോ? പഞ്ഞ് വീഡിയോയിൽ പഞ്ഞ എന്താ ചേട്ടൻ പഞ്ഞ് കരയുമ്പോ? കുക്ക് വന്നിട്ട് എന്താ പഞ്ഞ പറയും? കരയുണ്ടാ പഞ്ഞ? എന്നിട്ട് എവിടേക്ക് വന്ന കുക്ക ഇട്ടില്ലേ? വന്ന പറയും മോൻ പറയും. കുക്ക് മോൻ്റെ അടുത്ത് വന്ന ക്ലാസ്സിക്ക് കരഞ്ഞപ്പോ? എന്നിട്ട് കുക്ക് എന്താ പറഞ്ഞേ? പിന്നെ കുക്കൻ്റെ ക്ലാസ്സിക്ക് മോൻ പോയാ? മീ പറഞ്ഞു കുക്ക വന്നിട്ട് കൈ എന്താ പഞ്ഞൂന്ന്. എന്താ കൊടുക്കണ്ടേ? എന്താ സ്കൂളിൽ വിട്ട് വരുമ്പോ ഓടാൻ പാടില്ല. ഓടാൻ പാടും കൊടുക്ക ഉണ്ണോട് പറയും. ഓടാൻ പാടുമോ? സ്കൂൾ വിട്ടുമ്പോ കുട്ടികളൊന്നും ഓട ചെയ്തിട്ട് കണ്ട കുണുക്ക ഓടിയപ്പോ കുണുക്കന് വീണു. ബാക്കിൽ ഓടിയിട്ടാ ഒരാള് ചേട്ടനെ കൊണ്ടുവരാൻ പോയ ആളാ. കൈയും പൊട്ടി, ഇവിടെ പൊട്ടി ഓടിയതാ. കൈയും കാലൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഒരാളോട് ക്ലീൻ ചെയ്യാൻ സമ്മതിക്കുന്നത് സ്വന്തമായിട്ട് ഇന്ന് ക്ലീനിങ് ആണ്. തൊടാൻ പാടില്ല. എനിക്ക് ഓപ്പറേഷത്തിന് അത് മുറിവുമ്പോ തുടയ്ക്കാൻ 2 ബോട്ടിൽ മേടിച്ചത്. അപ്പൊ അത് ഡേറ്റ് ഒന്നും കഴിഞ്ഞിട്ട് അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ക്ലീൻ ചെയ്യാം. അഞ്ഞു തുടയ്ക്കാണ്ട് അപ്പുറത്തെ കാലൊക്കെ ഇല്ലേ. അങ്ങനെ കുണുക്കന് സ്കൂൾ അതായത് കുണുക്കി ഉച്ചയ്ക്ക് വന്നു. പിന്നെ കുണുക്കന് സ്കൂളിട്ടപ്പോൾ കുണുക്കനെ കൊണ്ട് കുഞ്ഞനും കുണിക്കും കൂടി പോയതാണ്. പക്ഷെ കുണുക്കന് വീണു.
കുണിക്ക് വീണുകൊണ്ട് കാല് നല്ലോണം കാലിന് മുട്ട് 2 മുട്ടും പൊട്ടിയിട്ടുണ്ട്, കൈ മുട്ടിയിട്ടുണ്ട്, കൈൻ്റെ മുട്ട് പൊട്ടിയിട്ടുണ്ട്, കൈൻ്റെ ഉൾക്കൈ പത്തി മുഴുവുണ്ട്. ഒന്നും പറയണ്ട. ഞാൻ പറഞ്ഞ റോഡിൻ്റെ അവസ്ഥ ദയനീയമാണ്. അത് പറയുമ്പോഴേക്കും കണ്ടില്ലേ, എന്ത് ചെയ്യാം. അപ്പം രാത്രി എന്ത് ചെയ്തു, സാമ്പാർ ഉണ്ടാക്കി വെച്ചാൽ പിറ്റേ ദിവസം പണി എളുപ്പമല്ലേ വെച്ചിട്ട് രാത്രി ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട്. പൊന്നു വന്നിട്ടുണ്ടായിരുന്നു. പൊന്നു ചപ്പാത്തി ചുട്ടിനായിട്ട് രാത്രിക്ക് ചോറില്ല, ഞാൻ പറഞ്ഞില്ലേ ചോറ് തിളപ്പിച്ച് ചുറ്റി കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ രാത്രിക്ക് ഞങ്ങൾ ചപ്പാത്തി സാമ്പാർ കൂടി കഴിക്കാമെന്ന് വെച്ചിട്ട്, ഇവിടെ ചപ്പാത്തി സാമ്പാർ ഇഷ്ടമാണ് എല്ലാവർക്കും. അങ്ങനെ ഞാൻ ചപ്പാത്തി ചുട്ടു, നാളികേരമൊക്കെ ചെരുകി വറുത്തരച്ച സാമ്പാർ ഉണ്ടായിട്ടാണ്. വറുത്തരച്ച സാമ്പാർ ചപ്പാത്തി അത് ഭയങ്കര ടേസ്റ്റാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമാണോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ ഉള്ള പണികളൊക്കെ രാത്രി പരമാവധി പണികളൊക്കെ പൊന്നു വന്നു. അമ്മ വായ കുറച്ച് നേരം വർത്താനം പറഞ്ഞിട്ട് പോകാനാണ് വായന. അപ്പം ഞാൻ പറഞ്ഞു, പൊന്നു അമ്മ വർത്താനം പറയുന്നത് ശരിയാവില്ല, കുണിക്ക് നാളെ സ്കൂളിൽ പോകേണ്ടതല്ലേ, നേരത്തെ ഇരിക്കേണ്ടതല്ലേ, അതുകൊണ്ട് അമ്മ പെട്ടെന്ന് പണികൾ കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ ഞങ്ങളുടെ പണികളൊക്കെ ഏകദേശം കഴിച്ചു. സാമ്പാറിൻ്റെ ഒക്കെ പണി കഴിഞ്ഞ് അണക്കളൊക്കെ ക്ലീനാക്കിയിട്ട് പോയിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു, നമുക്ക് നേരെ വൈകി എണിച്ചാൽ മതി. എന്താ വെച്ചാൽ പിന്നെ അധികം പണിയില്ലല്ലോ. കൂട്ടാനായി കഴിഞ്ഞാൽ 3/4 വശം പണി കഴിഞ്ഞു. കുണുക്ക ഇപ്പം എങ്ങനെയുണ്ട് കാലുമേ? അടിപൊളിയുണ്ട്. വേദന ഉണ്ടോയെന്ന് ചോദിച്ചാൽ അമ്മ കൊള്ളാം. പോരെ വേദന കുറവാ കൂടുതലാ? സിനിമയ്ക്ക് പോകണ്ട അത് രാത്രി? എന്തിനാ? ആ ചിരിക്കണ സിനിമയുടെ വാട കൊടുക്ക. ഞങ്ങളിത് സിനിമയ്ക്ക് പോകാൻ കുണിക്കിന് ഇപ്പം മമ്മൂക്കയുടെ സിനിമയിൽ ഭയങ്കര ശബ്ദമായിരുന്നു കേട്ടോ. മമ്മൂക്കയുടെ സിനിമ ഉണ്ടായിരുന്നു, അടിപൊളി സിനിമയല്ലേ കൊടുക്ക. ആ കുണിക്ക് എങ്ങനെയുണ്ടായ സിനിമ? മമ്മൂട്ടിയുടെ എന്താ മമ്മൂട്ടിയുടെ പേര്? ജോസേട്ടൻ. ജോസേട്ടൻ എങ്ങനെയുണ്ടായിരുന്നു? ജോസേട്ടൻ സൂപ്പറല്ലേ? ജോസേട്ടൻ അടി സൂപ്പറല്ലേ കുണിക്ക്? കുണുക്കിക്ക് അതിൽ കുണുക്കിന് ഇഷ്ടമായ ഒരു പെണ്ണിനെ ഇങ്ങനെ ഒരു കത്തിയോണ്ട് ഇങ്ങനെ ഇതാക്കി കെട്ടിയിട്ട് കൊല്ലണ ഒരു സീനുണ്ട്. കൊല്ലണത് അത് കാണിക്കില്ല, അതിങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ അത് ഊഹിച്ച് കുണുക്കിനെ അത് കണ്ടപ്പോൾ അത് ശരിക്കാണെന്ന് കുണുക്ക് വിശ്വസിച്ച് പോയി. സിനിമയിലൊക്കെ നടക്കുന്നത് കുട്ടീൻ്റെ വിചാരം ശരിക്കലാണ്, ആ പെണ്ണ് മരിച്ചു അതിന് കൊന്നു എന്നൊക്കെയാണ് കേട്ടോ കുണുക്കേൻ്റെ വിചാരം. അപ്പം ഞങ്ങൾ കുണുക്കിനോ ശരിക്കും അടി കിട്ടിയില്ല. അവർ ഞങ്ങൾ കുണുക്കിനോടല്ല കുണുക്ക് മമ്മൂക്കയ്ക്ക് അടിയിൽ ഒരു ചെറിയ ഇടിയുടെ ഭാഗത്ത് എന്തോ പറ്റിയത് ഇൻസ്റ്റയിൽ വന്നിട്ടുണ്ടായിരുന്നു, അതാ പറഞ്ഞത്. അപ്പോൾ ഞങ്ങളുടെ വർത്താനം കേട്ട് ബോറടിച്ചെങ്കിൽ സോറി, ഇത്രയേ ഉള്ളൂ. ബൈ.